നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ? ഡിവിഷൻ ഓഫ് ഇന്റിജേഴ്സ്. അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ. പഠിച്ചോ എല്ലാവരും പ്രോപ്പർട്ടീസ്? പഠിച്ചോ? എത്ര പ്രോപ്പർട്ടീസ് ഉണ്ട്? ഫെയ്ത്ത് പ്രോപ്പർട്ടീസ് ഒന്ന് പറഞ്ഞേ. ഡിവിഷന്റെ പേര് മാത്രം പറഞ്ഞോ. ടെക്സ്റ്റ് നോക്കാൻ. ഓക്കെ, ഇല്ല മിസ്, ടെസ്റ്റ് ചെയ്താണ്ട് അവിടെയാ. എന്നാ പറഞ്ഞോ. കമ്മ്യൂണിക്കേറ്റീവോ? എല്ലാത്തിലും കുറെ കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ഇല്ലേ? ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, associative property, division of an integer by itself, division of an integer by one, division of an integer by -1, division of 0 by an integer. ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട്. 7 പ്രോപ്പർട്ടീസ്. എല്ലാം ഡിസ്കസ് ചെയ്തല്ലേ? അല്ലേ? ഇനി ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ പ്രോപ്പർട്ടീസിന്റെ നോട്ട് വാട്സാപ്പിൽ ഇട്ടുതരാം, അത് നോക്കി എഴുതിയാൽ മതി. പേജ് നമ്പർ 18. അതില് 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ 19 ആൻഡ് എക്സാമ്പിൾ 20. അതൊന്ന് ചെയ്ത് നോക്കിയേ. എക്സാമ്പിൾ 19 എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 3 ക്വസ്റ്റ്യൻ ഉണ്ട് ഡിവൈഡ് ചെയ്യാൻ. -153 divided by 17. Second one, 152 divided by -19. Third one, -234 divided by -13. അത് 3 ക്വസ്റ്റ്യനും ഒന്ന് നോട്ടിലേക്ക് എഴുതിയിട്ട് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. സാധാരണ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? 2 ഡിജിറ്റ് നമ്പറും 1 ഡിജിറ്റ് നമ്പറും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ അറിയില്ലേ? അറിയില്ലേ? അതേപോലെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതി വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയേ. എന്തൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ? First one, -153 divided by 17. Second one, -152 divided by -19. Third one, -234 divided by -13. ഒന്ന് ചെയ്ത് നോക്കിയാ പെട്ടെന്ന്. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം.
എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. First one answer. (153 divided by 17). 153 divided by 17. എന്താ ഫെയ്ത്ത്? -9. -9. എന്തുകൊണ്ട് -9 വന്നേ? 153നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 9 ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഇങ്ങനെ മൈനസ് വന്നേ? മീൻസ് ഏറ്റവും വലിയ മൈനസ് അല്ലേ? ഏറ്റവും വലിയതിന്റെ ചെറിയതിന്റെ ഡിവിഷനിൽ നോക്കേണ്ട ആവശ്യമുണ്ടോ? When two integers having different signs are divided, find the value of the quotient of integers regardless of its sign and put negative sign. രണ്ട് ഡിഫറെന്റ് സൈനുള്ള ഇന്റിജേഴ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ അബ്സല്യൂട്ട് വാല്യൂന്റെ ആൻസർ കണ്ടുപിടിക്കാം. എന്നിട്ട് മൈനസ് സൈൻ ഇടാം ആൻസറിന്. ഈക്വൽ സൈൻ ആണെങ്കിൽ സെയിം സൈൻ ആണെങ്കിൽ ആൻസർ വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ. സെക്കൻഡ് വൺ എത്ര ആൻസർ? 152 divided by -19. 152 divided by -19. Answer is -8. എന്തുകൊണ്ട് -8? മനസ്സിലാവുന്നില്ല, വേറെ സൗണ്ട് വരുന്നു. ഇവിടെ പണിയെടുക്കുന്നതിന്റെ ആടാ. മനസ്സിലാവുന്നില്ല മിസ് പറയുന്നത്. അപ്പൊ ചെയ്തു കഴിഞ്ഞോ?
ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 0. എന്തുകൊണ്ടാ 0 വരുന്നത്? എന്തുകൊണ്ടാ 0 വരുന്നത്? -16 plus 16. The answer is 0. Then 0 divided by -7. It is equal to 0. It is the 7th property of division of integer. It explains that 0 divided by an integer other than 0 is always 0. 0 ne nammal ഏത് ഇന്റിജറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും the answer is 0 always. But we cannot divide any integer by 0. നമുക്ക് 0 നെ കൊണ്ട് ഒരു ഇന്റിജറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് 0 നെ നമ്മൾ വേറെ ഏത് ഇന്റിജറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം തീരാറായി. ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ പേജ് നമ്പർ 19. പേജ് നമ്പർ 19 ഏറ്റവും മേലെയായിട്ട് ഒരു ചെറിയ ബോക്സ് ഉണ്ട്, എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്. കണ്ടോ? ആ ബോക്സിലുള്ള 6 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫിൽ ചെയ്യാൻ പറ്റുമോ നോക്ക്. ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി, നോട്ട് ചെയ്യണമെന്നില്ല. ടെക്സ്റ്റ് ഉള്ളവർ ടെക്സ്റ്റിൽ ചെയ്യാം, അല്ലാത്തവർ ക്വസ്റ്റ്യൻ നോട്ടിലേക്ക് എഴുതിയിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് വേണോ? വേണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഇല്ലേ? അപ്പൊ ടെക്സ്റ്റ് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇതന്നത്തെ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടേ. പേജ് നമ്പർ 19 ഏറ്റവും മേലെയുള്ള എൻറിച്ച്മെന്റ് ആക്ടിവിറ്റി 6 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയും മതി. ഡിവിഷന്റെ പ്രോപ്പർട്ടീസിന്റെ നോട്ട് ഞാൻ വാട്സാപ്പിൽ ഇട്ട് തരാം, അതെല്ലാവരും കംപ്ലീറ്റ് ചെയ്യാം. പ്രോപ്പർട്ടീസ് എല്ലാവരും തറവായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. എല്ലാത്തിന്റെയും അഡീഷന്റെയും സബ്ട്രാക്ഷന്റെയും മൾട്ടിപ്ലിക്കേഷന്റെയും എല്ലാം പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കുക. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു മിസ്. മാർക്ക് ഉണ്ടോ എല്ലാവർക്കും? മാർക്ക് ഉണ്ടോ? ഫുൾ മാർക്ക് ഉണ്ടോ? ഫുള്ളില്ല, അടുത്ത എക്സാം ആകുമ്പോഴത്തേക്ക് ഫുള്ള് വാങ്ങണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഹോംവർക്ക് ചെയ്യാം, ഇന്ന് തന്നെ അയച്ചു തരാം കേട്ടോ. ഇന്ന് തന്നെ അയച്ചു തരണേ, ചെയ്യാതിരിക്കരുത്. ഓക്കെ, ബൈ.